കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന് നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു വലിയ സർഗോത്സവം സവിശേഷ കാർണിവൽ ഓഫ് ദി ഡിഫറൻറ്റ് എന്നുള്ള പേരിൽ ജനുവരി മാസം 19, 20, 21 തീയതികളിലായിട്ട് നടക്കുകയാണ്. ജനുവരി മാസം 19 ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യനീതിയും വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മാഡമാണ് ഈ കാർണിവലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭിന്നശേഷിക്കാർ അവരുടെ കലാ സാഹിത്യ കഴിവുകൾ, കായിക വാസനകൾ അതെല്ലാം തന്നെ ഇവിടെ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കാർണിവലിൻ്റെ ഭാഗമായി ആദ്യം ആരംഭിച്ചിട്ടുള്ളത് ചലച്ചിത്രോത്സവമാണ്. തിരുവനന്തപുരം കൈരളി ശ്രീ തിയേറ്ററിലായി 8 ചലച്ചിത്രങ്ങൾ ഭിന്നശേഷി മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പേരമ്പ് ഉൾപ്പെടെയുള്ള ഭിന്നശേഷിക്കാരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഭിന്നശേഷിക്കാരാൽ നിർമ്മിക്കുകയോ അതുപോലെ തന്നെ സംവിധാനം ചെയ്യുകയോ അവരഭിനയിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള 8 ചലച്ചിത്രങ്ങളാണ് ആ ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിച്ചത്. ബഹുമാനപ്പെട്ട സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മേഡമാണ് ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്തത്. ഓരോ ചലച്ചിത്രം പ്രദർശനം അവസാനിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള വിദഗ്ധരുടെ സാങ്കേതിക വിദഗ്ധരുടെ ഇൻട്രാക്റ്റീവ് സെഷനും അതിൻ്റെ ഭാഗമായി നടക്കുകയുണ്ടായി. വലിയ വിജയമാണ്. ഒരു ഇൻക്ലൂസീവ് ചലച്ചിത്രമേള, അത്തരമൊരു ഇൻക്ലൂസീവ് ചലച്ചിത്രമേള അതിൻ്റെ തുടർന്ന് രാജ്യാന്തര തലത്തിലടക്കം സംഘടിപ്പിക്കേണ്ട പ്രാധാന്യമാണ് ചലച്ചിത്രമേള മുന്നോട്ടേക്ക് വെക്കുന്നത്. ഇത്തരം ആളുകൾക്ക് ഇത് കാണാനും അതുപോലെ തന്നെ ചലച്ചിത്രമേളയിൽ പങ്കെടുക്കാനും അവരുടെ ഇതിൻ്റെ ഭാഗമായി മാറാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. അന്നേ ദിവസം തന്നെ 19-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതലാണ് അതിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രശസ്ത നർത്തകി ഡോക്ടർ മേതിൽ ദേവിക വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. 2025 ഭിന്നശേഷിക്കാരുടെ സംസ്ഥാന അവാർഡ് ഈ വേദിയിൽ വെച്ച് വിതരണം ചെയ്യപ്പെട്ടു. 27 വ്യക്തികൾക്കും അതുപോലെ തന്നെ വിവിധ സ്ഥാപനങ്ങൾക്കും, ജില്ലാ പഞ്ചായത്ത് അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾക്ക് അവാർഡുകൾ നൽകുകയുണ്ടായി. ഈ അവാർഡിനോടനുബന്ധിച്ച് ഭിന്നശേഷി മേഖലയുമായി ബന്ധപ്പെട്ട മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള 14 പേരെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയുണ്ടായി. വൈക്കം വിജയലക്ഷ്മിയും അതുപോലെ തന്നെ സിനിമാ താരം ബിബിൻ ജോർജ് ഉൾപ്പെടെയുള്ള 14 പേരെ, ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ ചെയർപേഴ്സണായിട്ടുള്ള അഡ്വക്കേറ്റ് ജയഡാലി ഉൾപ്പെടെയുള്ള 14 പേരെയാണ് പ്രത്യേക ആദരവ് നൽകി സാമൂഹ്യനീതി വകുപ്പും കേരള സർക്കാരും ബഹുമാനിച്ചത്. 19-ാം തീയതി രാവിലെ മുതൽ തന്നെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കലാകാരന്മാരുടെ വലിയ രൂപത്തിലുള്ള കലാപ്രകടനമാണ് ഈ പ്രധാന വേദിയായിട്ടുള്ള ടാഗോർ തിയേറ്ററിൽ അവതരിപ്പിക്കപ്പെട്ടത്. ആദ്യം 4 ജില്ലയായിരുന്നു, തിരുവനന്തപുരം, കാസർഗോഡും എറണാകുളവും അതുപോലെ തന്നെ കോഴിക്കോടും ഉൾപ്പെടെയുള്ള 4 ജില്ലകൾ. പിന്നീട് തുടർന്നുള്ള എല്ലാ ദിവസവും 100 കണക്കിന് കലാകാരന്മാരാണ് ഇവിടെ വന്ന് അവരുടെ കലാപ്രവർത്തനങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ നിറഞ്ഞ സദസ്സിന് മുമ്പിലാണ് ഇവരുടെ കലാപ്രവർത്തനങ്ങൾ. അക്ഷരാർത്ഥത്തിൽ ഒരു കാർണിവൽ തന്നെയായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത്. തിരുവനന്തപുരം പട്ടണമാകെ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. 20-ാം തീയതി ജോബ് മേള നടന്നു. തിരുവനന്തപുരം ഗവൺമെൻറ് വിമൻസ് കോളേജിൽ നടന്ന ജോബ് മേളയിൽ 840ഓളം ആളുകളാണ് തൊഴിൽ അന്വേഷകരായിട്ട് അതിൽ പങ്കെടുത്ത്, അവരും അവരുടെ കുടുംബങ്ങളുമായിട്ട് പങ്കെടുത്ത്. 36 കമ്പനികൾ ഈ തൊഴിൽ മേളയിൽ പങ്കെടുത്തു. 254 പേരെ നിയമനം നൽകുകയോ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഭിന്നശേഷി മേഖലയിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ നൽകാൻ പൊതുവിൽ തൊഴിലാളികൾ മടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവരെ ഈ കാര്യങ്ങൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ കഴിവുകൾ കണ്ടെത്തി അവരുടെ അവരുടെ നൈപുണ്യെ അംഗീകരിച്ചുകൊണ്ട് അത്തരം ആളുകൾക്ക് ജോലി നൽകാൻ ഈ പറയുന്ന 34 കമ്പനികൾ തയ്യാറായിട്ടുണ്ട്. 2 കമ്പനികൾ ഓൺലൈനായിട്ടും പങ്കെടുത്തു. ഇനേബിൾ ഇന്ത്യ പോലുള്ള പ്രശസ്തമായിട്ടുള്ള കമ്പനികൾ ഓൺലൈനായിട്ട് പങ്കെടുത്തു. ഇത് തുടർച്ചയായിട്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇത്തരം തൊഴിൽ മേളകൾ സംഘടിപ്പിക്കണം എന്നാണ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആ തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സാറാണ്. അതുപോലെ തന്നെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു മാഡം, ഡയറക്ടർ ഡോക്ടർ മിഥുൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ വന്നിട്ടുണ്ട്. ഈ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഈ തൊഴിൽ മേളയിൽ കേരള നോളജ് എക്കോണമി മിഷനും KDISCുമെല്ലാം വലിയ രൂപത്തിലുള്ള സഹായം നൽകിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ വിമൻസ് കോളേജിലെ അധ്യാപകരും പ്രിൻസിപ്പളും
അവിടുത്തെയുള്ള വിദ്യാർത്ഥികൾ വളണ്ടിയർമാരായി നിന്നവരും ഈ തൊഴിൽമേള വിജയിപ്പിക്കുന്ന ദിവസങ്ങളോളം പ്രവർത്തിക്കുകയാണ്. അവിടെ വന്നിട്ടുള്ള ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധത്തിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം അവരുടെ സഹായത്തോടുകൂടി സംഘടിപ്പിക്കാൻ സാമൂഹ്യ നീതി വകുപ്പിന് കഴിഞ്ഞിട്ടുള്ള ശ്രീ സുരേഷിൻ്റെ നേതൃത്വത്തിൽ, പ്രജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നിട്ടുള്ളത്. ഇതേസമയം തന്നെ ഇന്നലെ 20-ാം തീയതി ഇൻക്ലൂസീവായിട്ടുള്ള സ്പോർട്സ് മേള, ഭിന്നശേഷിക്കാരുടെ സ്പോർട്സ് മീറ്റ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദേശീയ അന്തർദേശീയ പ്രശസ്തരായിട്ടുള്ള താരങ്ങളും അതുപോലെ തന്നെ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങളും മാറ്റിവെച്ചു 300ഓളം കായിക താരങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ അദീല അബ്ദുള്ളയാണ് പതാക ഉയർത്തിയത്. അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള അവാർഡ് ദാനവും സമ്മാനദാനവും നിർവഹിച്ചത് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ്. ഈ മേള ഫലപ്രദമായി സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെയും അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് സ്പോർട്സ് സംവിധാനത്തിൻ്റെയും ഒക്കെ വലിയ രൂപത്തിലുള്ള സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ സ്പോർട്സ് മേളയിൽ തുടർന്ന് എല്ലാ ജില്ലകളിൽ നിന്ന് സമയമെടുത്തുകൊണ്ട് സെലക്ഷൻ നടത്തി സംസ്ഥാന തലത്തിലുള്ള വലിയ സ്പോർട്സ് മേളയാക്കി തുടർന്നുള്ള വർഷങ്ങളിലും നടത്താൻ തയ്യാറാവും എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി അതിൻ്റെ സമാപന യോഗത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രധാന വേദിയായിട്ടുള്ള ടാഗോർ തിയേറ്ററിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മറ്റ് നിരവധി പരിപാടികൾ നടക്കും. അതിലൊരു പ്രധാനപ്പെട്ട എക്സിബിഷനാണ്. എക്സിബിഷൻ എന്ന് പറയുന്നത് ഏകദേശം 84 സ്റ്റാളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 84 സ്റ്റാളുകൾ ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഭിന്നശേഷിക്കാരുടെ സഹായ ഉപകരണങ്ങളുടെ ഏറ്റവും നൂതനമായ സഹായ ഉപകരണങ്ങളുടെ പ്രദർശനം, ഭിന്നശേഷിക്കാർ നിർമ്മിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വിപണനം, അതുപോലെ തന്നെ വിവിധ ആക്ടിവിറ്റികൾ, സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങൾ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിലുള്ള എക്സിബിഷൻ, അതോടൊപ്പം തന്നെ ഡാർക്ക് റൂം, ബ്ലൂ റൂം, അതുപോലെ തന്നെ ആക്ടിവിറ്റി ഏരിയ, ഈ രൂപത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭിന്നശേഷിക്കാർ വലിയ രൂപത്തിൽ ആകർഷിക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. വിവിധ ഭക്ഷണ വിഭവങ്ങൾ ആളുകൾക്ക് ലഭ്യമാകുന്ന രൂപത്തിൽ ഫുഡ് ഫെസ്റ്റിവൽ ഇതിൻ്റെ ഭാഗമായി നടക്കും. ഇന്നലെ 20-ാം തീയതി മുതൽ 20-21 തീയതികളിലായി വിവിധ ഭിന്നശേഷി മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓപ്പൺ ഫോറങ്ങൾ നടക്കുകയാണ്. ഓപ്പൺ ഫോറത്തോടനുബന്ധിച്ചുള്ള പുസ്തകമേള നടക്കുന്നു. ഈ പുസ്തകമേളയിൽ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുന്നു. ഇന്നലെ പുസ്തക പ്രകാശനം നിർവഹിച്ച് പ്രധാനപ്പെട്ട 4 പുസ്തകങ്ങൾ ഇവിടെ ഇന്നലെ പ്രകാശിപ്പിക്കപ്പെട്ടു. ഡോക്ടർ ആർ ബിന്ദു മേഡമാണ് ഈ പുസ്തകങ്ങൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ രചിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉദ്ഘാടന വേളയിൽ തന്നെ മറ്റൊരു പുസ്തകം വീട്ടിലേക്ക് എന്ന് പറയുന്ന ലോകപ്രശസ്തമായിട്ടുള്ള ഭിന്നശേഷിയെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയുടെ പ്രദർശനവും റിലീസും ഇവിടെ വെച്ച് നടക്കുകയാണ്. അപ്പോൾ പുസ്തകമേള, ഭിന്നശേഷിക്കാർ എഴുതിയിട്ടുള്ള പുസ്തക ബുക്ക് ഫെസ്റ്റും അതുപോലെ തന്നെ പുസ്തക റിലീസും നടന്നു. വിവിധ വിഷയങ്ങൾ അധികരിച്ചുകൊണ്ടുള്ള ഓപ്പൺ ഫോറങ്ങൾ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരാണ് ആ ഓപ്പൺ ഫോറത്തിൽ സംബന്ധിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം പാട്ടും പറച്ചിലും എന്നുള്ള രൂപത്തിൽ ഭിന്നശേഷി മേഖലയിലെ പാട്ടുകാരുടെ, ഗായകരുടെ ഇത് നടക്കുകയുണ്ടായി. ഓപ്പൺ ഫോറം നടക്കുകയുണ്ടായി. അവരവരുടെ ഭിന്നശേഷിക്കാരെന്നുള്ള അവരുടെ അഭിപ്രായങ്ങൾ, അതോടൊപ്പം തന്നെ അവർ ഈ മേഖലയിൽ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ, അതുപോലെ ഭിന്നശേഷിക്കാരായി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളവരുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് സമാപനം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ആരാധ്യനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്ന് ഉച്ചക്ക് 12 മണിക്കാണ്. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് അധ്യക്ഷത വഹിക്കുന്നുണ്ട്. ആ വേദിയിലും ഭിന്നശേഷി മേഖലയിലെ പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ, അവർ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകൾ ആ വേദിയിൽ സന്നിഹിതരാണ്. കൺമണി, അതുപോലെ തന്നെ ഫാത്തിമ അൻഷി, സുകേഷ് കുട്ടൻ, ഗോകുൽ രത്നാകർ തുടങ്ങിയിട്ടുള്ള വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളടക്കം ആ വേദിയിൽ ആദരിക്കപ്പെടുകയാണ്, അല്ലെ സന്നിഹിതരാകുകയാണ്. ഈ രൂപത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഭിന്നശേഷിക്കാർക്ക് മാത്രമായി അവർക്ക് വേണ്ടി 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കലാമേള, കായികമേള, എക്സിബിഷൻ, അതുപോലെ തന്നെ ഓപ്പൺ ഫോറം ഒക്കെ നടക്കുകയാണ്. ഇതിലൊരു പ്രത്യേകത എന്നുള്ളതിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ഭിന്നശേഷിക്കാരെയും അതുപോലെ തന്നെ അവരെ അനുഗമിക്കുന്നവർക്കും ആവശ്യമായിട്ടുള്ള താമസ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ സംഘാടക സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അബ്ദുള്ള ജനറൽ കൺവീനറും ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇതിൻ്റെ സ്വാഗത സെക്രട്ടറി ചെയർപേഴ്സണും സാമൂഹ്യനീതി ഡയറക്ടർ ഡോക്ടർ മിഥുൻ അദ്ദേഹം ഇതിൻ്റെ ജനറൽ കോർഡിനേറ്ററുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്.
അവർക്കെല്ലാം തന്നെ ഭക്ഷണം നൽകാൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള യാത്രാ സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭക്ഷണം യാതൊരു പരാതിയുമില്ലാത്ത രൂപത്തിൽ വന്നിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, അവിടെ അനുഗമിച്ചിട്ടുള്ള ആളുകൾക്ക്, മുഴുവൻ ആളുകൾക്കും നമുക്ക് ഭക്ഷണവും താമസവും യാത്രാ സൗകര്യങ്ങളും എല്ലാം ഒരുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ ദിശയിൽ നടത്തിയിട്ടുള്ള ആദ്യ പരിപാടി എന്നുള്ളത് തീർച്ചയായിട്ടും പോരായ്മകളില്ല എന്നല്ല, പോരായ്മകളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ സവിശേഷ കാർണിവൽ ഓഫ് ദി ഡിഫറൻറ്റ് അടുത്ത ഒരു പതിപ്പിലേക്ക് പോകുമ്പോൾ ഈ പോരായ്മകൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള ശക്തമായിട്ടുള്ള ഇടപെടൽ തീർച്ചയായും സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ നിന്ന് നടക്കും. ഇതിൽ പ്രത്യേകിച്ചും വിശേഷ എടുത്തു പറയേണ്ടി വന്ന് വകുപ്പ് മന്ത്രിയുടെ അതുപോലെ തന്നെ സെക്രട്ടറിയുടെ ഒക്കെ ഇടപെടലാണ്. കാരണം വകുപ്പ് മന്ത്രിയുടെ പേര് നിർദ്ദേശിച്ച മുതൽ, സവിശേഷ കാർണിവൽ ഓഫ് ദി ഡിഫറൻറ്റ് എന്നുള്ള പേര് നിർദ്ദേശിച്ച മുതൽ ഓരോ ഘട്ടങ്ങളിലും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് എല്ലാ കമ്മിറ്റികളെയും പ്രവർത്തിക്കുകയാണ്. വിവിധ കമ്മിറ്റികൾ, ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെയും അതുപോലെ തന്നെ സാമൂഹ്യനീതി ഡയറക്ടറേറ്റിൻ്റെയും, നിഷ്, നിപ്മർ, അതുപോലെ തന്നെ ഭിന്നശേഷി കമ്മീഷണറായിട്ട് ഈ തുടങ്ങിയിട്ടുള്ള ചാനലൈസിംഗ് ഏജൻസികൾ, അതുപോലെ തന്നെ പ്രധാനമായി പറയേണ്ടതെന്ന് NSS വളണ്ടിയർമാരുടെ സേവനം. ഞാൻ ഓരോന്നോരോന്നായി പറയുകയല്ല. അവരെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ മഹത്തായ ഉത്സവമാണ് നടത്തിയിട്ടുള്ളത്. ആ ഉത്സവത്തിൻ്റെ തുടർ പതിപ്പുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നുണ്ടായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ചെറുതും വലുതുമൊക്കെ ആയിട്ടുള്ള ഒട്ടനവധി പ്രയാസങ്ങളുണ്ടാകും. ആ പ്രയാസങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് തുടർ പതിപ്പുകളിൽ കാർണിവൽ ഒരു അന്താരാഷ്ട്ര ഫെസ്റ്റിവലാക്കി കേരളം ഉറ്റുനോക്കുന്ന ഒരു ഭിന്നശേഷി കലോത്സവം ആക്കി, ഒരു സർഗോത്സവമാക്കി മാറ്റാനുള്ള പ്രവർത്തനം നമുക്ക് ഒന്നായിട്ട് ചെയ്യാൻ സാധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ എന്നുള്ളതിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.